നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. 4-5 ദിവസമായി വീഡിയോ ചെയ്തിട്ടില്ല. ഒരു ഔട്ട്ഡോർ പ്രോഗ്രാമിലായിരുന്നു. തൃശ്ശൂർ പാലപ്പള്ളി ഭാഗത്തായിരുന്നു. ഒരു ലൈവ് പ്രോഗ്രാമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 8 മണിയായി തിരിച്ചെത്താൻ. ഏതായിരുന്നാലും ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രതികൂലമായ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ US ഫെഡറൽ റിസർവ് പണനയ നിലപാടുകൾ ലഘൂകരിക്കുന്നതിലുള്ള അവ്യക്തത കാരണം ഡോളറും ബോണ്ട് യീൽഡും ഉയർന്നിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണമെന്ന് അനുമാനിക്കുകയാണ്. ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലാണ് തുടങ്ങിയത്. പിന്നീട് താഴേക്ക് പോയി ഒരു റിക്കവറി നടത്തിയെങ്കിലും അവസാന മണിക്കൂറിൽ ഇടിഞ്ഞ് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇടിവിനിടയിലും ഓട്ടോ സെക്ടർ, റിയാലിറ്റി, ഫാർമ എന്നീ സെക്ടറുകൾ നേട്ടമുണ്ടാക്കി. ബാങ്കിങ് സെക്ടർ നെഗറ്റീവിലാണ്. ഇനി ഫെബ്രുവരി 8 പുറത്തു വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ യോഗ തീരുമാനം ശരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിക്കും. നിരക്ക് കുറയ്ക്കൽ സൂചനകൾക്കും പണപ്പെരുപ്പ പ്രവചനത്തിനും മാർക്കറ്റ് സത്യത്തിൽ കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നവംബർ, ഡിസംബർ മാസങ്ങളിലെ ശക്തമായ ബയ്യിങ്ങിന് ശേഷം FIIs സെല്ലിംഗ് മൂഡിലാണ്. ഡോളറിലും ബൗണ്ട് ഈൽഡിലെ വർധനവുമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സെല്ലിങ്ങിൽ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇനി നാളെ നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കാം. ആദ്യം ബാങ്ക് നിഫ്റ്റി പറയാം. 45,695 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്യുക. സെക്കൻഡ് 45,610, തേർഡ് 45,520. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 45,930 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് 46,050, തേർഡ് 46,200 ആയിരിക്കും. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 21,730 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 21,680 സെക്കൻഡും 21,650 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 21,830 ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണുന്നത്. 21,900, 21,950 എന്നിങ്ങനെ റെസിസ്റ്റൻസുകൾ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. നമ്മൾ സ്റ്റോക്ക് കൊടുത്തിട്ട് ഈ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഒത്തിരി നാളായി. നാളെ ഫസ്റ്റ് CIE ഇന്ത്യ ഈ ഒരു ലൈൻ 502.88, 503 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. ബ്രേക്കൗട്ട് സ്റ്റോക്കാണ്. 503 നമുക്കൊരു ബൈ ചെയ്താൽ, ഞാൻ എഴുതിയിട്ടില്ല പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 503 നമുക്കൊരു ബൈ എൻട്രി കൊടുക്കാം. 500 സ്റ്റോപ്പ് ലോസ് മൈൻറ്റെയിൻസ് ചെയ്യണം. 500 സ്റ്റോപ്പ് ലോസ് മൈൻറ്റെയിൻസ് ചെയ്യണം. 505, 507, 508.50, 508.50 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ACC ആണ്. ACCയിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2,467 നമുക്കൊരു സെൽ എൻട്രി കൊടുക്കാവുന്നതാണ്. നോട്ട് ചെയ്തോളൂ, എഴുതുന്നില്ല. 2,467 സെൽ എൻട്രി കൊടുക്കാം. 2,477 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 2,477 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 2,459 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 2,454. ഈ ഒരു ലൈന് 54 കേട്ടോ, 54. ഓക്കെ, എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. 2,450 തേർഡ് ടാർഗറ്റ് 2,450 എന്നിങ്ങനെ
വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ദിവസവും സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഒന്ന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, നാളേക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.